കിഡ്നി പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിവർ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതെല്ലാവർക്കും പറയാനുള്ളത് പോലെ തന്നെ മരുന്നുകൾ അങ്ങനെ വെറുതെ കഴിക്കേണ്ട ഒരു സാധനമല്ല, പ്രത്യേകിച്ച് വേദന സംഹാരികൾ. ഇപ്പം നമുക്ക് ഒരു പരിധി വരെ കഴിക്കാം. ഇപ്പം നമ്മൾ മാസത്തിൽ 1 or 2 തവണയൊക്കെ ഒരു വേദന സംഹാരി എടുത്തു എന്ന് വെച്ചിട്ട് അതിന് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇതങ്ങനെയല്ല മാഡം. ഇതിപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ ഒരു തലവേദന എന്ന് പറയുമ്പോൾ ഒരു പാരസെറ്റമോൾ കഴിക്കുന്നു, ആ ഉച്ചയ്ക്ക് ശേഷം 4 മണി 5 മണിയോടുകൂടി കട്ടൻ ചായ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴും തലവേദന എടുക്കുന്നു, ഒരു വീണ്ടും അഗൈൻ ഒരു ഗുളി കഴിക്കുന്നു. അങ്ങനെ ദിവസം 2-3 ഗുളി കഴിക്കുന്നവരുടെ എന്താ അത് ഓൾമോസ്റ്റ് എവറി ഡേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ വേദന സംഹാരികൾ എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതല്ല. നമുക്കത് കിഡ്നി പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിവർ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്രയും അടുപ്പിച്ച് നമുക്ക് തലവേദന വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അത് വരാതിരിക്കാനുള്ള മരുന്നുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നമ്മളൊരു മൈഗ്രെയിനൊക്കെ നമ്മൾ തരുന്ന മരുന്നുകൾ കുറച്ച് തുടർച്ചയായിട്ട് എടുക്കേണ്ട മരുന്നുകളാണ്. അത് വളരെ ചെറിയ ഡോസിൽ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഏതാനും മാസങ്ങൾ ഇതൊക്കെ ചിലർക്ക് നമ്മൾ വളരെ തുടർച്ചയായിട്ട് കൊടുക്കാറുണ്ട്. അത് വരാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മളെപ്പോഴും ഒരു മരുന്ന് തരുമ്പം അതിൻ്റെ ഒരു റിസ്ക് ബെനിഫിറ്റ് റേഷ്യോയിലാണ് എപ്പോഴും തരുന്നത്. ഈ മരുന്ന് കഴിച്ചാൽ ഉപകാരമാണോ കൂടുതലുണ്ടാവുന്നത്, ഉപദ്രവമാണോ കൂടുതലുണ്ടാവുക, ആ ഒരു റേഷ്യോയിലാണ് നമ്മളൊരു മരുന്ന് ഒരു രോഗിക്ക് കൊടുക്കേണ്ടത് തന്നെ. അപ്പം നമ്മൾ വെറുതെ ഒരു സൂപ്പർവിഷൻ ഇല്ലാതെ നമ്മൾ വെറുതെ വേദന സംഹാരികൾ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ രോഗം മാറണം നിർബന്ധമില്ല, അത് നമുക്ക് കൂടുതലായിട്ട് അതെന്തെങ്കിലും സംഭവിക്കാം. പ്ലസ് ഈ വേദന സംഹാരികൾ എന്തും അധികമായാൽ അമൃതും വിഷമാണല്ലോ. അപ്പം അത് ഗുളികയൊന്നുമല്ല, എന്ത് സാധനമാണെങ്കിലും അത് അധികമായാൽ എന്തിനാണെങ്കിലും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും എന്തിനൊരു കാരണം നോക്കി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നതാണ് എപ്പോഴും അധികം.